അമ്മേ അയ്യോ ഡോണ്ട് കോൾ മീ ശിശു. ഇങ്ങനെയുള്ള അലവരാതികൾ ഈ ഭൂമിയിലുണ്ടല്ലോ എന്നാണ്. ചെറിയൊരു കാര്യമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോർ പാസ് ആയിട്ടുള്ള ഉള്ളിംഗ്ല പാസിലാണ് ഞാൻ എൻ്റെ 220 കൊണ്ട് കയറിയത്. കാണുന്നത് കണ്ണൂർ അങ്കിൾക്കാർക്കെ കാണും. ഗൈസ്, അങ്ങനെ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ബലം ഇന്ന് കാണാനായിട്ട് പോവുകയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോർ പാസ്സായിട്ടുള്ള ഉംലിംഗ്ല പാസിലോട്ട് ഞാൻ പോകാനായിട്ട് ഒറ്റയ്ക്കാണ്. ഇവിടെ 2 മലയാളികളെ കണ്ട്. അവർ ഇന്നലെ 12:30 എന്തോ വന്നതാണ് കേട്ടോ നൈറ്റ്. അപ്പോൾ ഞാൻ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ സംസാരിച്ചു. അവർ ഇനി ഓഫ് റോഡ് പിടിക്കാനാണ് അവർ നോക്കണേ കേട്ടോ. അവരുള്ള ഹിമാലയാണ്. പിന്നെ ഞാനിപ്പോൾ എന്തായാലും നേരെ അവിടെ നിന്ന് ഒരു ടാറ് ഉള്ള റോഡുണ്ട്, അതുവഴിയാണ് പോകുന്നത്. അപ്പം പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. കുറച്ച് റിസ്ക്കാണ് ഇന്നത്തെ റൈഡ്. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. സ്റ്റാർട്ടാവും ഒറ്റയടിക്ക്. പിന്നെ അല്ല ദൈവമേ, ഇത്രയും തണുപ്പത്തിരുന്നിട്ട് കുളിക്കാൻ പോണോ? ഓക്കെ, പോയിട്ട് വരാം. ഓക്കെ, താങ്ക് യു. പോടാ. പിന്നെ ഇവിടെ ഏത് ഹോം സ്റ്റേ എടുത്താലും നിങ്ങൾക്ക് ഒരു 1000 രൂപയ്ക്ക് പുറത്ത് പ്രതീക്ഷിച്ചത് ചേട്ടാ. എനിക്കിവിടെ 1000 രൂപയാണ് ആയത്. അപ്പോൾ എന്തായാലും നല്ല നീറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ. അവരുടെ സർവീസും കൊള്ളാം. ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഇതാണ് ചില വീഡിയോസിൽ, അതായത് എനിക്ക് മോശമെന്ന് പറഞ്ഞാൽ ഞാൻ മോശമായിട്ട് തന്നെ പറയും. കാര്യം നിങ്ങൾ വന്ന് പെട്ടുപോകാൻ പാടില്ല കേട്ടോ. ഇത് നിങ്ങൾ കർദങ്കൽ ഉംലിംഗ്ല കയറുന്നതിന് മുന്നേ വലത്തോട്ട് റോഡുണ്ട് കേട്ടോ. ഒരു പാലത്തിൻ്റെ അവിടെ കൂടെ. പാലം കയറണ്ട, പാലം എവിടെ ഈ പറയും പോലെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടെ നേരെ കുറച്ച് ഇതുപോലത്തെ റോഡാണ് കേട്ടോ. തുടക്കം മുതൽ ഇതുപോലത്തെ റോഡാണ്. അവിടെ നേരെ നിങ്ങളിഞ്ഞ് പോന്നാൽ മതി. അങ്ങോട്ട് നോക്കൂ, കണ്ടോ പൊടിയൊക്കെ ഇപ്പോൾ പറത്തി പറഞ്ഞ്. ഇത് തന്നെ കേട്ടോ. ആ പാലം കണ്ട്. ആ പാലത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് തിരിഞ്ഞു വന്നത്. ഇതാണ്ടോ ഹാൻഡ്ലേ. ഈ ഒരു സ്ഥലം നിങ്ങൾ നോക്കി വെച്ചോ. ഇവിടെ നിന്ന് നേരെ ഈ റോഡ് നേരെ പിടിച്ച് പോയാൽ മതി കേട്ടോ. അവിടെ ചെന്ന് കയറുന്നത് കുറേ ഹോം സ്റ്റേ ഉണ്ട്. അതിലൊരു ഹോം സ്റ്റേയിലാണ് ഞാൻ താമസിച്ചത്. ഇവിടെ നിന്ന് 92 കിലോമീറ്റർ കേട്ടോ. വേ ടു ഉംലിംഗ്ല 92 കിലോമീറ്റർ. അങ്ങനെ നമ്മുടെ ഡ്രീമിലോട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 92 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ, കാർബറേറ്റർ വണ്ടി കൊണ്ടുവരുന്നതിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു കാരണവശാലും വണ്ടി ഒരു ലെവൽ കഴിയുമ്പോൾ, അതായത് ഒരു ആൾട്ടിറ്റ്യൂഡിൻ്റെ ഒരു ലെവൽ വ്യത്യാസം വരുമ്പം വണ്ടി വലിക്കൂല. അത് നിങ്ങൾ ഒന്നുകൊണ്ടും വേറെ പേടിക്കണ്ട. അങ്ങനെയാണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആൾക്കാർക്ക് അറിയാം. അത് ഫ്യൂൽ ഇഞ്ചക്ഷനൊക്കെ ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. അതങ്ങനെ വലിയ കുഴപ്പമൊന്നുമല്ല, അമ്മ പൊക്കോളും. പക്ഷേ നമ്മൾ കാർബുള്ള വണ്ടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതങ്ങനെ മൂണിക്കൊണ്ട് വണ്ടി നിൽക്കും, ഓടിപ്പോവും. പക്ഷേ ഇങ്ങനെ RPM ഇങ്ങനെ കയറി നിൽക്കുകയുള്ളൂ. പക്ഷേ ഒരു കാരണവശാലും വണ്ടി മുമ്പോട്ട് നീങ്ങൂല കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ബാക്കിയെല്ലാം നിങ്ങളുടെ ഭാഗ്യം പോലെ. ഓക്കെ, ഇതുവരെ അത് എന്നെ കൊണ്ടുവന്ന്. ഇനിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ റോഡ് എങ്ങോട്ടാണ് എന്നുള്ളതൊന്നും പോലും വലിയ പിടിയില്ല. അതിപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് നേരെ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. എന്തായാലും ഓരോ കോർണർ ഞാൻ നോക്കി വെച്ച് വരും. കാര്യം തിരിച്ച് വരുമ്പോഴേ എങ്ങാനും വഴി തെറ്റിയ ഈ ശിപൂശിന്ന് കുട്ടിയാ. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് എൻ്റെ സിമ്മിന് റേഞ്ചില്ല. BSNL സിം എടുക്കുക. ഒരു കാരണവശാലും നിങ്ങൾ വേറെ സിം എടുക്കാൻ വേണ്ടി നിൽക്കരുത്. പോസ്റ്റ് പെയ്ഡ് BSNL ഒരു സിം എടുക്കുക. പിന്നെ ജിയോയുടെ സിം ഒരു എണ്ണം പോസ്റ്റ് പെയ്ഡ് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് വെച്ചു. നെറ്റ് വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ അത് ഈ ഭാഗത്ത് കിട്ടൂല. നിങ്ങൾക്ക് ലേ കഴിഞ്ഞിട്ട് കുറച്ചു ദൂരം വരെ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും നെറ്റും കിട്ടൂല, ജിയോയുടെ സിമ്മും വർക്കാവില്ല. 0 സിഗ്നലിൽ അങ്ങനെ നിൽക്കും. എന്നാൽ BSNL അവിടുത്തെ ഓണറിൻ്റെ എൻ്റെ വീട്ടിൽ വിളിച്ചത് കേട്ടോ കഴിഞ്ഞ ദിവസം. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് പെയ്ഡ് ഒരു സിം നിങ്ങൾ റെഡി ആയിക്കോളാം. പിന്നെ ഈ റൈഡുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ചെയ്തു തരാം. ബാക്കി കാര്യങ്ങളെല്ലാം വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതൊന്നും കുത്തിക്കയറ്റാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളൊന്നും പറയാത്തത്. വീട്ടിൽ നിന്ന് ഒരു 3 പോകുന്ന പോലെയാണ്. അത് മുബാറക്ക് പറഞ്ഞാൽ എൻ്റെ ആളെ നീ കാട്ടാക്കട പോകുമ്പോൾ ഇറങ്ങി, എന്തായാലും നീ ഇതുവരെ എത്തി, നീ പോയിട്ട് വിടാന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്കൊന്ന് ഡള്ളാണ് കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു പോയിന്റാണ്, നീ എന്തായാലും ഇതുവരെ എത്തി. ഭാഷ പോലും അറിയാൻ പറ്റില്ല. അവന് നന്നായിട്ട് ഹിന്ദിയൊക്കെ അറിയാൻ കേട്ടോ. അപ്പോൾ എനിക്ക് ഭാഷ പോലും അറിയാൻ, എനിക്ക് അവർ സംസാരിക്കണൊക്കെ അത് എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത് ഒരു 40% മനസ്സിലാവും കേട്ടോ. പക്ഷേ എനിക്കത് റിപ്ലൈ അങ്ങോട്ട് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുവരെയും വലിയ കുഴപ്പമില്ലാതെ എത്തി. പിന്നെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷെങ്കിലും, വലിയ ഇംഗ്ലീഷ് പഠിച്ചു വയ്ക്കണമെന്നല്ല, കുറച്ച് ഇംഗ്ലീഷെങ്കിലും പഠിച്ചു വെച്ചാൽ അത്രയും നിങ്ങൾക്ക് യൂസ് ആയിരിക്കും. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ വരാൻ വേണ്ടി നിൽക്കരുത്. കാര്യം നിങ്ങൾ അങ്ങോട്ട് പറയണതും അവരിങ്ങോട്ട് പറയുന്ന കാര്യവും ഏകദേശമൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷ അറ്റ്ലീസ്റ്റ് പഠിച്ചിരിക്കണം. ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷെങ്കിലും കുറച്ചൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇതുവരെ എത്തിയത്. വലിയ മുട്ടക്കാട്ടം അറിയാമെന്നല്ല, പണ്ട് അച്ഛൻ ചല്ലി പഴിപ്പിച്ച് വിട്ടതുകൊണ്ട് അത് കുറച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത് ഇതുവരെ എത്തിയത്.
അന്ന് എൻ്റെ അപ്പൻ്റെ കഷ്ടപ്പാട്. അതുകൊണ്ട് എൻ്റെ ഇങ്ങനെയുള്ള ആഗ്രഹം ഇന്ന് സാഫല്യീകരിക്കാനായിട്ട് പോവുകയാണ്. അതാണ് സംഭവം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു റൂട്ട് പിടിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ഇപ്പോൾ പോണതിൻ്റെ കാര്യം, അത് ദൈവനെയും കൊണ്ട് പോണതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇത് ചൈന ബോർഡറിലാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്യാപ്ഷൻ കംപ്ലീറ്റ് കേരള ടു ചൈന ബോർഡർ എന്ന് പറഞ്ഞ് കൊടുത്തത്. പലരും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചെന്നാൽ പലരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു, ചേട്ടാ ഈ ചൈന ബോർഡർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്താ കർദ്ദുങ്കലല്ലേ പോണേ, അതെവിടെ ചൈനയിലാണ് ഇരിക്കണേന്ന്. അല്ല, അത് ചൈനയിലല്ല. എന്നാൽ ഇതിരിക്കുന്നത് ചൈന ബോർഡറിലാണ്. എന്നെങ്കിലും അതിപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കും. കാരണം വെച്ചാൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല, സംഭവിക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നെങ്കിലും ചൈനയും ഇന്ത്യയും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോർഡറുകളെല്ലാം ക്ലോസ് ചെയ്യും. അതായത് നമുക്ക് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകാൻ പറ്റുന്ന അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോറബിൾ പാസ്സാണ് നമ്മളെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ അത് നമ്മൾ അഭിമാനിക്കണം, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോ. നമ്മളെ ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോറബിൾ പാസ്സായിട്ടുള്ള ഹുംലിംഗ്ല പാസ് ഇരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. അപ്പോൾ അത് നമ്മൾ അതിൽ അഭിമാനം കൊള്ളണം. മാക്സിമം പറ്റിയ അതൊന്ന് വന്ന് കാണാനെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. അതുവരെ ഒന്ന് ട്രാവൽ ചെയ്യാനെങ്കിലും ശ്രമിക്കണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ കുറച്ച് റിസ്ക് എലമെൻറ്റ് കൂടുതലാണ്. ഒന്ന് ഓക്സിജൻ്റെ ലെവൽ കുറവാണ്, കൂടുതൽ കാര്യം അവിടെ നിൽക്കാനായിട്ട് പറ്റില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോ എടുക്കുന്നു, പറ്റിയ ഒരു റീൽ എടുക്കുന്നു. പിന്നെ ഇവൻ അവിടെ വെച്ചെടുത്തിന് എനിക്ക് നല്ല രീതിയിൽ 1-2 ഫോട്ടോസും വീഡിയോസും എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോണത്. പിന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് ഇനി എപ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ അപ്പനായിരിക്കുമല്ലോ, അങ്ങനെ വിറച്ച് അപ്പോൾ അതുവരെ ഉണ്ടെങ്കിലേ അത് അന്ന് നമുക്ക് നമ്മുടെ പിള്ളേർ പറയാം കണ്ടാ അപ്പം പണ്ട് പോയതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോറബിൾ പാസ്സായിട്ടുള്ള ഹുംലിംഗ്ല പാസിൽ ബൈക്ക് ഓടിച്ച് ഒറ്റയ്ക്ക് പോയവനാടാ നിന്റെ അപ്പൂപ്പൻ. അപ്പോഴുള്ള പിള്ളേരാണെങ്കിൽ പറയും തള്ളൊന്ന്. അപ്പം നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ അന്ന് യൂട്യൂബൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുറന്ന് കാണിച്ചാൽ എന്നാടാ കാണുന്നു. കൈ ഫ്രീസായി തുടങ്ങി കേട്ടോ. ഗൈസ് കുറച്ച് നേരമായുള്ളൂ റൈഡ് തുടങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞത് ഇപ്പം തന്നെ കൈ സെറ്റായി കേട്ടാ. ഒരു രീതിയിൽ എടുക്കണില്ല. എടുത്ത കൈ കുഴപ്പമില്ല കേട്ടോ, ഈ കൈ വലിയ കുഴപ്പമില്ല. ഇത് കംപ്ലീറ്റ് നമ്മൾ ക്ലച്ചും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണേ. അയ്യോ പ്രത്യേകിച്ച് ഈ വരില്ല കേട്ടാ, സെറ്റായി. അപ്പോൾ ഈ പോക്കാണെങ്കിൽ അങ്ങറ്റാകുമ്പോൾ എന്താവും കേട്ടാ, ഒരു പിടിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്ത് ഒരു 4 സർജിക്കൽ ഗ്ലൗ വാങ്ങിച്ചോ, 2 കയ്യിലും ഈ 2 വിധം ഇട്ടോ, അല്ലാതെ ഒരു പരിപാടിയും നടക്കില്ല. ഞാനിപ്പോൾ സത്യം പറയാം, ഈ വണ്ടിയുടെ എഞ്ചിൻ്റെ ഒരു സപ്പോർട്ടിലാണ് പലയിടത്തും കയറിപ്പോയിട്ട് പറഞ്ഞത് കേട്ടാ. എന്നിട്ട് ഞാൻ പഠിച്ചില്ല, സർജിക്കൽ ഗ്ലൗ വാങ്ങിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണ്. വ്ളോഗ് ചെയ്യണോണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ വിട്ടു. പെരുവേരലുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇത്രയായിട്ട് നല്ല തണുത്തിരിക്കുകയാണ് കേട്ടോ കൈ വിരൽ. കൈ ഒട്ടും സെറ്റാവില്ല കേട്ടോ. കയറുന്നത് വരെ വലിയ കുഴപ്പമില്ലാതിരുന്നാൽ മതിയായിരുന്നു. നമ്മുടെ ഡെക്കാത്തലണില്ലേ വാമർ എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും. അത് ഇങ്ങനെ തമ്മിൽ ഉരസിയിട്ട് അതിനെ 2 കയ്യിലും ഇട്ടാൽ മതി, വലിയ കുഴപ്പം ഉണ്ടാവില്ല എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. കാല് സീനില്ല കേട്ടോ, പക്ഷേ കൈ സെറ്റായി. വണ്ടി ഉണ്ടോ? വണ്ടി കയറില്ല. RPM നിൽക്കുന്ന 4000-ലാണ്, 26-ലാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ, നിങ്ങൾ മാക്സിമം കാർബുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വന്നാൽ മതി. കാർബുള്ള വണ്ടി തന്നെയാണ് ഈ മലയുടെ മണ്ടയിൽ ആദ്യം കയറിയത്. ഏകദേശം ഇവിടെ വന്നിട്ട് റെൻറ്റിന് കിട്ടും. അത് ഹിമാലയാണ് എടുത്തുകൊണ്ട് പറഞ്ഞത്. വേറെ ഒരു വണ്ടി ആരും എടുക്കുന്നില്ല. 220 ഉണ്ട് കേട്ടോ, 220 പക്ഷേ റെൻറ്റിനൊന്നും കൊടുക്കാനില്ല. അല്ലാതെ വണ്ടികളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഇവിടെ വണ്ടികളുണ്ട്. പക്ഷേ എല്ലാവരും എടുക്കുന്നത് ഹിമാലയ. അതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇനിഷ്യൽ ടോർക്ക് അത് വേറെ ലെവലാണ്. അപ്പോൾ ഒരു രക്ഷയില്ല. എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ട് എത്തിയിട്ട് ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അല്ലാതെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്, ഇങ്ങനെയുള്ള കാഴ്ചകളേ ഉള്ളൂ. പക്ഷേ എന്താ പറയുക, നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിതൊക്കെ അങ്ങ് ആസ്വദിച്ച് പോകും. എത്ര സ്പീഡാണ് അങ്ങനെ ഒന്നുമല്ല കാര്യം. നമ്മൾ ഈ കാണുന്ന കാഴ്ച ഇങ്ങനെ ഓരോ വളവും ഓരോ കോർണർ എടുക്കുമ്പോഴും ശരിക്കും പറയാം കേട്ടോ, BRO സമ്മതിച്ച് അവർ ഇത്രയും റോഡ് ഇങ്ങനെ സെറ്റാക്കിയിട്ടേക്കുന്നത്. ഹോംബു ഹാറ്റ്സ് ഓഫ് BRO. എങ്ങോട്ടൊക്കെ കണ്ടോ, ഇതിന് അവർ പറഞ്ഞു വെച്ചിട്ട് ആ കണ്ണ് അതിലാണ് കയറി പോകണം കേട്ടോ. അപ്പോൾ അത്രയും ദൂരം എന്നല്ല, വേറെ ഇനി അടുത്ത് ഈ ഒരു കയറ്റം കറങ്ങിയിട്ട് പിന്നെ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കയറ്റം കയറും എന്നാണ് പറഞ്ഞ്. അപ്പോൾ എങ്ങനെയെന്ന് അറിയില്ല. 3 മണിക്കൂർ എടുക്കുമെന്നാണ് അന്ന് നേരത്തെ കണ്ട മോജോ ഇല്ലേ, ആ പുള്ളിക്കാരൻ ഉൾപ്പെടെ എൻ്റെ അടുത്ത് പറഞ്ഞ്. 3 എനിക്ക് എന്തായാലും കുറച്ച് സമയം എടുക്കും, കാര്യം അവ അങ്ങനെയാണ് പോണത്. മൂണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാവം. ഇപ്പോൾ പോറ്റില എന്നാണ് കേട്ടോ, PHOTIL പോറ്റില പാസ് എന്ന് പറഞ്ഞ പാസിലാണ്. ആൾട്ടിറ്റ്യൂഡ് കറക്റ്റ് 18,124 ഫീറ്റിലാണ് ഇപ്പോൾ നിലവിലുള്ളത് കേട്ടോ. എനിക്ക് ശ്വാസത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ കൈയാണ് മെയിൻ പ്രശ്നം വേണ്ടത്.
വണ്ടിയുടെ എഞ്ചിൻ ഉള്ളതുകൊണ്ട് അങ്ങനെ പിടിച്ച് പോകാൻ കേട്ടോ. ഈ ഒരു ചൂട്ടിലാണ് ഇങ്ങനെ പിടിച്ച് പോണേ. നല്ല രീതിയിൽ ഗ്യാസ് കയറി വന്നിട്ടുണ്ട്. അതാണ് ഇനി ശ്വാസത്തിന് ബുദ്ധിമുട്ട് വന്നതാണെന്ന് അറിയില്ല. ഞാൻ കറക്റ്റായിട്ട് ആഹാരം കഴിച്ചതാണ് കേട്ടോ. ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് കറക്റ്റായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചില്ല കേട്ടോ. അതൊന്ന് ആർമിയിലെ ഓഫീസർ തന്നില്ലേ, ആ ഒരു ബിസ്ക്കറ്റാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. പക്ഷേ വന്ന ഉടനെ ഞാൻ ആല് പൊറോട്ട അങ്ങനെ എന്തോ സാധനമാണ് കേട്ടോ കഴിച്ചത്. 18,100 സംതിങ് അടിയിൽ ഞാൻ കയറി വന്നു. ഞാൻ ശരിക്കും വിചാരിച്ചെന്ന് വെച്ചാൽ ഒരു 12 മണിയാകുമ്പോൾ അവിടെ എത്തുന്നതാണ്. ഇപ്പം ശരിക്കും 12:10 കേട്ടോ. ഇനി എനിക്കൊരു 35 കിലോമീറ്റർ ഇവിടുന്ന് ഇനി ഉള്ളിലേക്കുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പണി കൂടെ കിട്ടി ഇതിൻ്റെ ഇടയിൽ. വണ്ടിയുടെ ബ്രേക്ക് പോയേട്ടാ. അങ്ങനെ ഓൾമോസ്റ്റ് ഞാൻ വിഴുന്നില്ല എന്ന് വെച്ചാൽ അങ്ങറ്റം വന്നതാണ്. ഞാൻ പെട്ടെന്ന് പേടിച്ചു കേട്ടോ. ഞാൻ ബ്രേക്ക് പിടിച്ചിട്ടേ അത് അവിടുന്ന് ആ ഹൈറ്റിൽ നിന്ന് ഞാൻ വേറെ വ്ളോഗ് കാര്യങ്ങളൊന്നും അതായത് വേറെ ഷൂട്ട് ചെയ്യാതെ വന്നതുകൊണ്ടാണ്. മാക്സിമം പെട്ടെന്ന് ഉള്ളിലെ പിടിക്കുക, തിരിച്ച് റിട്ടേൺ വരാം. തണുപ്പ് കയറി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടെന്ന് കൂട്ടിയാൽ മതി. എനിക്ക് ഈ റൂട്ട് തന്നെ റിട്ടേൺ വരണം. ഇടയ്ക്കിടയ്ക്ക് മിലിറ്ററിക്കാരുണ്ട് കേട്ടോ. അതാണ് ഒരു ആശ്വാസം, ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നേരെ ഇനി ഉള്ളിലെ പോയിട്ട് നമ്മളെ ഡെസ്റ്റിനേഷൻ അല്ലേ. ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടാണ് ഒരു പ്രത്യേക ഫീൽ കേട്ടോ. പിന്നെ കുറച്ച് ടാസ്ക്കാണ്, എന്തായാലും മാക്സിമം ശ്രമിക്കും. മിലിറ്ററി ഏരിയയാണേ. ഓക്കെ, ഗൈസിൻ്റെ കൈയെല്ലാം മരവിച്ച് എനിക്ക് അപ്പുറം യൂസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അമ്മ ഒരു രീതിയിൽ എൻ്റെ കൈയൊക്കെ നല്ല രീതിയിൽ മരവിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു 2-3 പേരിൽ കണ്ടിന്യൂസ് വണ്ടി ഓടിച്ച് വന്നത് നമ്മുടെ കയ്യിൽ ഈ ഒരു വിരലിൽ നല്ല രീതിയിൽ തണുപ്പിടിച്ചോണ്ടിരിക്കുകയല്ലേ. ഞാനിപ്പോൾ ഉള്ളത് ഉംലിംഗ്ല പാസിലാണ് കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ എന്ത് പറഞ്ഞതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഈ 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. കാര്യം എൻ്റെ വണ്ടിയെ കുറ്റം പറഞ്ഞ ഒരു വരെയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണത്. നിനക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണത്. കാണാൻ ഉംലിംഗ്ല പാസിലാണ് നിൽക്കുന്നത് കേട്ടോ. അതായത് ലോകത്തിലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയണത്, ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോർ പാസ് ആയിട്ടുള്ള ഉംലിംഗ്ല പാസിലാണ് ഞാൻ ഇപ്പം നിലവിലുള്ളത് കേട്ടോ. അതും ഒറ്റയ്ക്ക് ഇതാ ഒരു 2013 മോഡൽ പൾസർ 220 ഓടിച്ചുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, എനിക്ക് നെഗറ്റിവിറ്റി എടുത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ അതിനുള്ള ഒരു റിപ്ലൈ ആണ് ഈ ഒരു വീഡിയോ കേട്ടോ, ഈ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും കാണാം, ഇനി അങ്ങോട്ട് കാണാം. അത് മാത്രമേ ഇനി പറയാനുള്ളൂ കേട്ടോ. എന്തായാലും ഇറങ്ങാം. കൈതാണ്ടാ ഈ ഒരു പരുവത്തിൽ എനിക്ക് 1-2 ഫോട്ടോ കൂടെ എടുത്തിട്ട് പോയിട്ട് ഇറങ്ങണം കേട്ടോ. അപ്പോൾ പ്രൗഡ് മൊമെൻറ്റ്, പ്രത്യേകിച്ചും എൻ്റെ വണ്ടിയും കൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കയറി വന്നതിൽ. ഓക്കെ, എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ അത് പറയണില്ല. അപ്പോൾ ഓക്കെ, എനിക്ക് ഫോട്ടോ എടുത്താൽ ഒരു പുള്ളി ഉണ്ട്. ആ പുള്ളി കാണാനില്ല. അയ്യോ, ഇങ്ങോട്ട് പോയി. അതെ, ഇതിനകത്ത് ഓക്കെ, അവരെല്ലാം ഗോവയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ പുള്ളി എടുത്തൊരു ടാങ്ക്സ് കാണിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ബ്രോ, താങ്ക് യു സോ മച്ച്. യുവർ നെയിം? ആസിഫ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടേ ഞാൻ ഒരു ദേവാ നിൽക്കുന്ന ആ തെണ്ടിയെ കണ്ടോ, അവനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ ഒരു ഫോട്ടോ എടുത്തു തരുമെന്ന്. അപ്പോൾ അവൻ മൈൻഡ് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചേട്ടാ, ഡോണ്ട് കോൾ മീ ശിശു. ഇങ്ങനെയുള്ള അലവലാദികൾ ഈ ഭൂമിയിലുണ്ടല്ലോ എന്നാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞ് എൻ്റെ അടുത്ത് ഫോൺ തരാൻ പറഞ്ഞ്. പുള്ളിക്കാരൻ അല്ല കേട്ടോ, ഒരു ലേഡിയാണ് വന്നത് കേട്ടോ. അവരെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലേഡിയാണ്. ആ ഹിമാലയയിലിരിക്കുന്ന ആ പുള്ളിക്കാരത്തെ ഉണ്ടല്ലോ, അവരെൻ്റെ ഒന്ന് വന്ന് ഫോൺ വാങ്ങിച്ച് അവർ ഫോട്ടോ എടുത്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഈ പുള്ളി ഫോൺ അവരെ നിന്ന് വാങ്ങിച്ചിട്ട് കുറച്ച് നല്ല നല്ല ഫോട്ടോസ് എടുത്ത് തരുന്നത് കേട്ടോ. എന്നെ വണ്ടിയിലിരുത്തി അതിൻ്റെ മുകളിൽ നിന്നൊക്കെ കേട്ടോ. അപ്പോൾ നന്ദി പറഞ്ഞിട്ട് പോകണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവൻ്റെ കാറിൽ വന്നതാണ് കേട്ടോ, HP രജിസ്ട്രേഷനാണ്. അപ്പോൾ ഞാനെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇതാ ഇന്ന് സാധിച്ചത്. ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ കാര്യം ഞാൻ ഇതാ സാധിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പറഞ്ഞത് കേട്ടോ. ഇത് ഒരുപാട് 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 പ്രൗഡ് മൂമെന്റ് കേട്ടാ. എനിക്ക് എൻ്റെ അടുത്ത് തന്നെ അഭിമാനം തോന്നണടാ, എനിക്ക് എൻ്റെ അടുത്ത് തന്നെ അഭിമാനം തോന്നണം. കാര്യം എൻ്റെ അടുത്ത് ഒരുപാട് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് പേര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാര്യം വരുമ്പോഴേ കുറച്ച് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ രീതിയിലുള്ള പ്രശ്നം തോന്നിയില്ല. ആദ്യം 1-2 തവണ എനിക്കൊരു ശ്വാസത്തിൻ്റെ ചെറിയൊരു ഇത് തോന്നി. ശരിക്കും പറഞ്ഞാൽ അത് ഗ്യാസ് കയറി വന്നത് കേട്ടോ, അല്ലാതെ എനിക്ക് ഒരു കുഴപ്പവും എനിക്ക് തോന്നിയില്ല. അവർ കുറേ നേരമായി അവരവിടെ വന്നിട്ട്, ലേഡീസ് ഉൾപ്പെടെ
ഭയപ്പെടേണ്ട, അവരെല്ലാം കൂളായിട്ട് നിന്ന് ഫോട്ടോ എടുക്കാണ്. പിന്നെ ഈ ഡയമോക്സിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് നിങ്ങളെടുത്തോ, അതിന് ഒരു പ്രശ്നം വിചാരിക്കണ്ട. പിന്നെ എൻ്റെ വണ്ടി അവന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പോകണമെന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയാം? ഇത്രയും ദൂരം, അതായത് ഏകദേശം 5000 കിലോമീറ്റർ ഇപ്പം നിലവിൽ 5000+ കിലോമീറ്റർ അവൻ എന്നെ കൊണ്ട് വന്നു കേട്ടോ. ഇതാ ഇവിടെ താഴെ ആ ഭാഗത്ത് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി കയറുന്നില്ല. 20-24 ഈ റേഞ്ചിൽ നിൽക്കുകയാണ്. RPM വന്നിട്ട് 5000-ന് മുകളിൽ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച് തീർന്ന്, എനിക്ക് മുകളിലോട്ട് കയറാൻ പറ്റൂല, ഇവനെയും കൊണ്ട് പോകാൻ പറ്റില്ല, നടന്നു പോകേണ്ടി വരുമോ എന്നിങ്ങനെ ആലോചിച്ചു കേട്ടോ. പക്ഷേ അവിടെ ഒരു ടേണിംഗ് ഉണ്ട്, അവിടെ കഴിഞ്ഞ് വണ്ടി ഒരു പ്രശ്നം ഉണ്ടാക്കാതെ വേറെ ഒരു വേളം ഉണ്ടാക്കില്ല. ചെറിയ മൂന്നെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അവൻ കയറി വന്നു കേട്ടോ. ശരിക്കും എന്താ ഇപ്പോൾ ഗ്യാസാണ് കയറി ഇരിക്കണം നെഞ്ചത്ത്. അയ്യോ, വേറെ ലെവൽ ഫീല്. ഞാൻ പിന്നെ ഫോട്ടോ എടുത്ത്, അതായത് പുള്ളിക്കാരൻ പറഞ്ഞ് ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് വെക്കുന്നത് കറക്റ്റല്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ബ്രോ, എന്തായാലും ഞാൻ ഇതുവരെ കയറിയത് എൻ്റെ മനസ്സിലുണ്ട്, എനിക്കത് മതി ബ്രോ, 1-2 ഫോട്ടോസ് എടുത്താ അത് മാത്രം മതി എന്ന് പറഞ്ഞ് പുള്ളി കുറേ ഫോട്ടോസ് ഓടി നടന്ന് എടുത്തു കേട്ടാ. ഓ, പ്രൗഡ് മൊമെന്റ് എൻ്റെ മോനെ. ഓ, എന്തായാലും ഞാൻ സാധിച്ചെടുത്തോ. ഈ വണ്ടിയെ കൊണ്ട് തിരിച്ചു പോ, ചാകണ്ടെങ്കിൽ തിരിച്ചു പോന്ന് പറഞ്ഞവന്മാരുണ്ട് പച്ചയ്ക്ക്. കാണടാ തെണ്ടി, എൻ്റെ വണ്ടി കൊണ്ട് ഇതിൻ്റെ മുകളിൽ കയറി. വേറെ ചെറിയൊരു കാര്യമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് മോഡൽ പാസ്സായിട്ടുള്ള ഉള്ളിലെ പാസിലാണ് ഞാൻ എൻ്റെ 220 കൊണ്ട് കയറിയത്. കാണുന്നത് കണ്ണുള്ള അങ്കിളുള്ളവർക്കെ കാണും. അപ്പോൾ അത്രയുള്ളൂ എൻ്റെ അമ്മ. അപ്പോൾ എന്തായാലും നേരെ ഇനി റൂമിലോട്ട് പോകണം. അവിടെ നേരെ ലേ പിടിക്കാം കേട്ടോ ഇന്ന് തന്നെ. കാരണം ഇന്ന് തന്നെ തിരിച്ചാലേ നമ്മളെ പല കാര്യങ്ങളും നടക്കുകയുള്ളൂ. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റാണ് കേട്ടോ. ഞാൻ സംസാരിക്കാൻ വയ്യടെ, ഞാൻ റൂമിൽ ചെന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എന്തായാലും ലേയിൽ ചെന്നിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യും ഇന്നത്തെ വീഡിയോ. ഓട്ടെ ഓക്കെ എൻ്റെ അമ്മ. അപ്പോൾ നമ്മളെ ലേയിലോട്ട് പോവാണ് കേട്ടോ. ദിസ് ഈസ് മൈ സ്റ്റിക്കർ. യാ okay, thank you. Okay brother, see you soon. Thank you for the service. Okay, bye. കഴിച്ചപ്പോൾ പുള്ളി നല്ല കൂളാണ് കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യം ഞാൻ വിചാരിച്ചു ഹിന്ദി മാത്രമേ അറിയാവൂ, ഞാൻ പെട്ടെന്ന് നിന്ന് വിചാരിച്ചത്. പക്ഷേ പുള്ളിക്കാരന് ഇംഗ്ലീഷൊക്കെ അറിയാം. വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ലെച്ചൂസ് ഹോം സ്റ്റേ എന്നാണ് കേട്ടോ. നിങ്ങൾ മുമ്പിലേക്കൊക്കെ കയറാൻ വരുന്നവരാണെങ്കിൽ ഒരുപക്ഷെ ഇതുകൊണ്ട് യൂസ് വന്നേക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. പിന്നെ ഞാൻ ഇവിടെ അത്യാവശ്യം ഒന്നുമില്ല കേട്ടോ. എനിക്ക് 2 നേരത്തെ ഫുഡ്, അതായത് രാവിലെയും വൈകുന്നേരം ഫുഡ് തരും. പിന്നെ ഇന്നലെ വൈകുന്നേരം കിട്ടി, അതുപോലെ ഇന്ന് രാവിലെയും കിട്ടി. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ അതിന് പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ 4 പൊറോട്ടയാണ് കഴിച്ചത്. അത് 2 ദിവസവും 2 ഇതാണ് കഴിച്ചത്. അതിന് 200 രൂപയായി. കാര്യം ഇവിടെ അങ്ങനെയാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ഇവർക്ക് സീസൺ പറഞ്ഞ സമയത്ത് അവർ വരുന്ന കസ്റ്റമേഴ്സിനെ മാക്സിമം അവർ യൂസ് ചെയ്യും കേട്ടോ. അതാണ് സംഭവം. അതിപ്പോൾ നമ്മൾ ആണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ. കാര്യം അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസണിൻ്റെ സമയമാകുമ്പോഴേ ആൾക്കാർ ഇവിടെ വരുള്ളൂ. അല്ലാത്തപ്പോൾ ആൾക്കാർ കാണില്ല. അവർക്ക് വേറെ ബിസിനസ്സോ എന്ന് വെച്ചാൽ അവരെ ബിസിനസ് ഓടില്ലല്ലോ. അതുകൊണ്ട് ആ വക കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. പിന്നെ പെട്രോളിൻ്റെ കേസേ ഉള്ളൂ, ഏതുവരെ പോകുമെന്നറിയില്ല. എന്തായാലും നോക്കാം. പെട്രോൾ കിടപ്പുണ്ട് ടാങ്കിൽ. പിന്നെ ഒരു പരീക്ഷണം വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക, അത്ര തന്നെ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞത്, അത് ഞാൻ ഇവിടെ വന്നിട്ടാണ് ചെക്ക് ചെയ്ത് നോക്കിയേട്ടോ. ഗോപ്രോ ചെറിയൊരു പണിയാണ്. നമ്മൾ ഉമ്ലിങ്ങിൽ കയറിയിട്ട് ഞാൻ ഒന്ന് സ്റ്റിക്കർ കൊണ്ടുവന്ന് ഒട്ടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വിഷ്വൽ എനിക്ക് കിട്ടിയില്ല, അതിൻ്റെ വോയിസ് മാത്രം കിടപ്പുണ്ട്. അതെങ്ങനെ വന്നു എന്ന് എനിക്ക് ഒരു പിടിയില്ല കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും നമുക്ക് അവിടെ വരെ കയറാൻ പറ്റി, അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റി. ഭയങ്കര കാര്യമാണ് അത്. നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നോക്കേട്ടോ, കറക്റ്റ് അറിയാൻ പറ്റും. ചാർലി ഡി 400 എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കാണും. അത് കഴിഞ്ഞ് എന്തായാലും മഴയത്ത് പോകും, അല്ലെങ്കിൽ അവർ വലിച്ചിളക്കി കളയും. അതുകൊണ്ട് സ്റ്റിക്കറുകളിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു മെമ്മറി. അപ്പോൾ പോകാൻ താല്പര്യമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കിട്ടിയ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റിക്കർ അവിടെ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് തന്നെ ഒന്ന് ടാഗ് ചെയ്ത് വിട്ടേക്കണേ. അത്രയും ദൂരെ കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് സംഗതി. ഓക്കെ,
അപ്പോൾ എൻ്റെ എന്തായാലും നേരെ ലേയിൽ പോകുന്നു. നമ്മൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറ്റിയ അവിടെ സ്റ്റേ എടുക്കുന്നു. പുള്ളിക്കാരൻ്റെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇന്നങ്ങോട്ട് വരുന്നുണ്ട്, സ്റ്റേ എനിക്കൊന്ന് കിട്ടുമെന്നൊന്നും ചോദിച്ചൊന്നുമില്ല. എന്തായാലും പോയി നോക്കാം, സാർ സമ്മതിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നാളെ രാവിലെ ഞാൻ എന്തായാലും അവിടെ നിന്ന് തിരിക്കും കേട്ടോ. നാളെ രാവിലെ അവിടെ നിന്ന് തിരിക്കും. പിന്നെ നമ്മളെ നാട്ടുകാരെ ഒരു സോൾജർ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, പുള്ളിക്കാരനെ പോയി ഒന്ന് കാണണം. ഞാൻ അവിടെ വന്നെന്ന് പറഞ്ഞപ്പം ഇവിടെ തെണ്ടി നീ പിന്നെ എൻ്റെ അടുത്തൊരു വാക്ക് പറയാത്തെന്താ നീ ഇവിടെ വന്നിട്ടെന്ന്. എനിക്കറിയാൻ പാടില്ലായിരുന്നു കേട്ടോ, എനിക്കറിയാൻ പാടില്ലായിരുന്നു പുള്ളിക്കാർ അവിടെയാണ് വർക്ക് ചെയ്യണതെന്ന്. എന്നെ കോൺടാക്ട് ചെയ്തവരോട് ശ്രമിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ നമ്പർ മറ്റേ നമ്പർ എല്ലാവരേ ഉള്ളൂ, ഇവിടെ തന്നെ ജിയോയുടെ നമ്പർ ആരെങ്കിലും ഇല്ല കേട്ടോ. ഞാൻ ഒരു പോസ്റ്റ്പെയ്ഡ് സിം എടുത്ത കേസ് ഞാൻ പറഞ്ഞില്ലേ, ആ നമ്പർ ആരെങ്കിലും ഇല്ല. ഞാൻ പറഞ്ഞു എന്തായാലും ലേയിൽ വരുമ്പോൾ ഞാൻ എന്തായാലും വിളിക്കാം എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം ചെന്നിട്ട് പുള്ളിക്കാരനെ ഒന്ന് വിളിക്കണം. നാളെങ്കിൽ പുള്ളി ഒന്ന് കാണണം. ഇങ്ങോട്ടേക്ക് ഒരു വണ്ടി പറഞ്ഞ വരവ് മൊത്തം പൊടിയും ചളകളാവും. അപ്പോൾ പതിയെ പോടാ അമ്മച്ചി, കമാൻഡറാണോ പോയത്? പതിയെ പോടാന്നോ കർത്താവേ. ഞാൻ ലോമ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലോമ എന്ന് പറഞ്ഞാൽ ലേക്ക് മുന്നേ ഉള്ളതാണ്, ലേക്ക് മുന്നേ ഒരുപാട് മുന്നേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ലോമയിലൂടെ പെട്രോൾ പമ്പ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ക്യാമറ ഓണാക്കിയ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനാണ് കേട്ടോ. ഇന്നലെ കുറച്ചൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീട്ടിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എനിക്കിത് ശരിക്കും പറഞ്ഞാൽ ഈ റോഡുണ്ടല്ലോ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഈ സാധനം എന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഒരു കുഴിയാണ്. അത് എന്ന് വെച്ചാൽ നമ്മൾ നെഞ്ചിൽ എന്ത് വെള്ളമായി പോകുമ്പോഴൊക്കെ തോന്നുന്നു. ഞാൻ നേരത്തെ എനിക്കൊരു പറ്റി അങ്ങനെ അങ്ങോട്ട് പോയ റോഡാണ്, എന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ലോമ വേണ്ട 43 കിലോമീറ്റർ. ശരിക്കും എന്താ ഇത് ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണേ? മരുഭൂമി, നമ്മൾ ആ ഒരു UA ആ ഒരു ഇതിലേക്കൂടെ വണ്ടി ഓടിച്ച് പോകണമെന്നല്ലേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ തോന്നണേ. പിന്നെ കൊച്ചു റോഡാണ്, മിലിറ്ററി വണ്ടി ഉൾപ്പെടെ പോകണതാണ്. കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അത്. പക്ഷെ അവർ നമ്മളൊന്ന് ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും മാറി തരും കേട്ടോ. അത് ഭയങ്കര സംഭവം. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു പരിധി വരെ ഇവരൊക്കെ കണ്ടു പഠിക്കണേ. യഥാർത്ഥം പറഞ്ഞിട്ട് ഒരു ഹോൺ കേട്ട് കഴിഞ്ഞാൽ പുറകിൽ വരുന്ന ആളിനൊരു സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അതിനുള്ള സമയമുണ്ട്. മനസ്സിലായില്ലേ? ഇന്ത്യൻ ആർമിയെ പറ്റിയാണ് ഞാൻ പറയണേ. എന്ന് വെച്ചാൽ നമ്മളൊരു ഹോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഗ്ലാസ്സിൽ നോക്കിയിട്ട് ഇങ്ങനെ ഒതുങ്ങി തരും. അല്ലാതെ നീ എൻ്റെ പുറകെ വാ എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ നാട്ടിൽ കുറേ ലവന്മാർ വണ്ടി ഓടിക്കുന്നില്ലേ, അതുപോലെയല്ല. അവർ നൈസായിട്ട് മാറി തരും. നിങ്ങൾ ആലോചിച്ചു എത്ര വലിയ പൊസിഷനിൽ നിൽക്കുന്നവരെ ഈ ആർമിക്കാരൊക്കെ. അവര് അത്രയും ഡൗൺ ടു എർത്ത് ആണ്. ശരിക്കും കേട്ടോ ഭയങ്കര റെസ്പെക്ട് തോന്നണം അവരുടെ അടുത്തൊക്കെ. ഞാൻ അനുഭവിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ. ഈ കൊച്ചു റോഡ് ഞാൻ കുറച്ചെടുത്ത് അവിടെ നിന്നോട്ട് ഒരു വലിയൊരു വണ്ടി ഇങ്ങോട്ട് വരെയാണ്, അതിൻ്റെ പുറകെ വരെയാണ് കേട്ടോ. ഞാൻ ഒരു ഹോൺ കൊടുത്ത് ഒറ്റ ഹോണേ കൊടുത്തുള്ളൂ. അവർ ഗ്ലാസ്സിൽ കൂടെ നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒതുങ്ങി തന്നു. അത് ഭയങ്കര ഇമ്പ്രഷൻ തോന്നി കേട്ടോ. അത് എന്തായാലും പെട്രോൾ അടിക്കണം, അതാണ് മെയിൻ പ്രശ്നം. നമ്മുടെ പാസ്, അതായത് നമ്മുടെ പെർമിറ്റ് അങ്ങോട്ട് പോയപ്പോൾ കാണിച്ചില്ലേ, അത് തിരിച്ചിങ്ങോട്ട് വന്നപ്പം അത് ഇവിടെ ചോദിക്കും കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഒരു ഓഫീസറുണ്ട്, വെറും വേസ്റ്റ് ബിഹേവിയർ കേട്ടോ, വെറും വേസ്റ്റ് ബിഹേവിയർ. അതായിരിക്കണം മുതൽ. ഇതിൻ്റെ ചാർജ് കൊടുത്തിങ്ങനെ പോലീസിന് എന്നാണെന്ന് തോന്നണം കേട്ടോ. എൻ്റെ പുള്ളിയുടെ ഒരു ക്യാപ്പിൻ്റെ ഇതിൽ കണ്ടിട്ട് പോലീസ് എന്നാണ് തോന്നണത്. അത്രയും മോശം പെരുമാറ്റം. അങ്ങോട്ട് പോയ സമയത്തും തിരിച്ചിങ്ങോട്ട് വന്ന സമയത്തും ശരി തന്നെ രണ്ട് ഓഫീസേഴ്സാണ് ഇരുന്നത്. ഭയങ്കര മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ എന്ന് വെച്ചാൽ എന്താ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുമാതിരി സ്മെല്ല് വരുന്നുണ്ട്. അത് ഇംഗ്ലീഷൊന്നും സംസാരിക്കില്ല, ഹിന്ദി മാത്രം. ഞാൻ അങ്ങോട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു ഐ ഡോണ്ട് നോ യുവർ ലാംഗ്വേജ്, ക്യാൻ യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് ചോദിച്ചു. അപ്പം എന്നിങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ക്യാമറ ഇരിക്കുന്ന കണ്ടിട്ട് പിന്നെ വേറെ സംസാരിക്കുന്നില്ല. എൻ്റെ പെർമിറ്റ് വാങ്ങിച്ച് എന്നോട് ചോദിച്ചു ഇന്നലെ ഇതുവഴി പോയതാണോ എന്ന്. അവിടെ പോകുന്നു പറഞ്ഞു. അങ്ങനെ ബുക്ക് മറിച്ച് നോക്കി ഓക്കെ പറഞ്ഞു വിട്ടു കേട്ടോ. ഞാൻ വണ്ടി ആ സൈഡിലോട്ട് അങ്ങനെ ഒതുക്കി പറഞ്ഞ് എന്തോ അയാൾ സംസാരിച്ചു. അങ്ങനെ എന്ന് വെച്ചാൽ അടുത്ത് നിന്നവരെല്ലാം അങ്ങ് ചിരിച്ച്. മനസ്സിലായില്ലേ? ഒരു വല്ലാത്തൊരു പെരുമാറ്റം കേട്ടോ. ഒരു എന്ന് പറയാം നമ്മളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം. എനിക്ക് തോന്നണത് ഞാൻ അങ്ങ് പറയും, അത്രേ ഉള്ളൂ കേട്ടോ. എനിക്ക് എന്താണോ അവിടെ ഫീൽ ചെയ്യണത് അത് ഞങ്ങൾ പറയും. അല്ലാതെ അയാളെ കണ്ടിട്ട് അയാളുടെ പെരുമാറ്റം ഇത്രയും മോശമായിട്ടെ അതൊക്കെ ആർമിക്കാർ ശരിക്കും കേട്ടോ. നമ്മളെ പുറകെ നിസ്സാരം ഞാൻ 2-3 പ്രാവശ്യമായത് അവർ മുമ്പേ പൊക്കോണ്ടിരിക്കുന്നത് നമ്മൾ പുറകെ വരിക. എൻ്റെ ഈ ഫോഗ് ലാമ്പ് കണ്ടിട്ടാണ് തോന്നുന്നത് അവരിങ്ങനെ ഹോണ് പോലെ അടിക്കണ്ട, അവരങ്ങ് ഒതുങ്ങി തരും കേട്ടോ. ശരിക്കും ഒരു വല്ലാത്തൊരു റെസ്പെക്ട് തോന്നുന്നു ആർമിയുടെ അടുത്ത്. ഈ ഒരു യൂസും ഇല്ലാത്ത ഒരു യൂസ്ലെസ് ആയിട്ടുള്ള കുറേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും ഈ പോലീസുകാരെ കൊണ്ട് ആർമിയിൽ ട്രെയിനിങ് കൊടുക്കണം, അതാണ് വേണ്ടത്. അല്ലാതെ
make it break through the ceiling. Can't you see I'm willing to let it go? Yeah, nah nah. I let it move and control me. Gone with the stars, don't even try to get me back for the night. Oh, 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 ഗൈസ്, ഞാൻ ലേയിൽ എത്താറായി കേട്ടോ. ഇനിയൊരു 32 കിലോമീറ്ററേ ഉള്ളൂ. പെട്രോള് സത്യം പറഞ്ഞാൽ വണ്ടി നിലവിൽ റിസർവായി. ഞാൻ ഒരു 50-50 ചാൻസ് എടുത്ത് അങ്ങനെ വരായിരുന്നു. ഇവിടെ അടുത്തവിടെ പെട്രോൾ പമ്പ് ഉണ്ടെന്ന് ഒരു ആർമി ഓഫീസർ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഒരു പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വന്നത്. റൈറ്റ് സൈഡിലുണ്ടെന്നാണ് പറഞ്ഞത്, ആ കാണുന്നതാണെന്ന് തോന്നണേ. അപ്പോൾ എന്തായാലും രക്ഷപ്പെട്ട്. ഇനി വണ്ടി ഓഫായാലും തള്ളിയെങ്കിലും പോകാമെന്നൊരു പ്രതീക്ഷയുണ്ട്. പെട്രോൾ പമ്പ് തന്നെ ദൈവമേ. അത് ഞാൻ ക്യാമറ ഓണാക്കി വേറൊന്നും കണ്ടല്ലോ. ഈ വിഷ്വൽ ഉണ്ടോ നിങ്ങൾ? ഒരു രക്ഷയില്ല കേട്ടോ. സമയം കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ 7 മണിയാവാൻ ഇനി ആകെ 8 മിനിറ്റേ ഉള്ളു കേട്ടോ. തന്നെ ഇന്ത്യൻ ഓയിൽ ഇത് എനിക്ക് വയ്യ. പെട്രോൾ പമ്പ് കാണുമ്പോൾ ഇത്രയും സന്തോഷം തോന്നണതേ ഈ റൈഡ് ഇറങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു വിഷ്വൽ കാണിക്കാൻ ഇത് ഓണാക്കിയത്. അടിപൊളി. ഫുൾ ടാങ്ക് फुल टैंक फुल टैंक फुल करना फुल टैंक बोलो ओके ओके टैंक फुल करना हाँ टैंक फुल करना बिल्कुल ഓക്കെ. വീട്ടിലും പാട്ടിട്ട് വെച്ചേക്കണം കേട്ടോ. ഞാൻ അതുകൊണ്ട് ക്യാമറ ഓഫ് ചെയ്ത്. അമ്മേ ഇപ്പോൾ സമയം വന്നിട്ട് 7 മണിയും അല്ല 7:05 ആവാനായിട്ട് പോവാണ് കേട്ടോ. രാത്രി 7:05 ആവാനായിട്ട് പോവാണ്. നമ്മളവിടെയൊക്കെ നല്ല ഇരുട്ടി എന്നാണ് ഞാൻ അവിടെ വീട്ടിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഉണ്ടോ ഇവിടുത്തെ ഈ ഒരു അവസ്ഥ ഉണ്ടോ? സൂര്യൻ നിൽക്കണുണ്ട് 7 മണിക്കൊക്കെ. അതുപോലെ നേരത്തെ നേരം വിളിക്കും കേട്ടോ. അതായത് ഒരു 5:30 ഒരു 5 മണി കഴിയുമ്പോഴേക്കും നമ്മളവിടെ 6 മണി കഴിയണം. അത് 6:30-7 മണി അടിപ്പിച്ചുള്ള പവറുണ്ട്. ഒരു 5 മണി കഴിയുമ്പോഴേക്കും. ലേ തന്നെ ഇനി 33 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ ഇവിടെ നിന്ന്. ഓക്കെ. അപ്പോൾ എന്തായാലും നേരെ ഇനി സാറിൻ്റെ അടുത്ത് പറഞ്ഞ് വന്നോളാം പറഞ്ഞു. വേറെ ഗസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇന്നൊരു ദിവസം കൂടെ നമുക്കവിടെ സ്റ്റേ എടുക്കാനായിട്ട് പറ്റും. വേറെ പുറത്ത് സ്റ്റേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപ കേട്ടോ റൂമിന്. എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആയിട്ടുള്ളത് റൂമിനാണ് കേട്ടോ. ഞാൻ എല്ലാം പറയാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്രോളിന് എത്ര രൂപ ആയെന്നില്ല ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പോൾ 1750 രൂപയ്ക്ക് നിലവിൽ ഇപ്പോൾ പെട്രോൾ അടിച്ച് കേട്ടോ. എൻ്റെ വണ്ടി നമ്മളെ ലേയിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഞാൻ കർദുങ്കൽ ഉമ്ലിംഗ്ല കയറിയിട്ട് ഞാൻ തിരിച്ച് കാര് വരെ തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഒരു പരിധിവരെയും വണ്ടിക്ക് വലിയ കുഴപ്പമില്ലാത്ത മൈലേജ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം അല്ലെങ്കിൽ ഇത്രയും ദൂരം എത്തൂല. എനിക്ക് വേറെ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇത്രയും കിലോമീറ്റർ ഓടിച്ചിട്ട് എനിക്ക് അങ്ങനെ നാളെ എണീച്ച് വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടൊന്നുമില്ല. നാളെ എണീച്ച് പോകാൻ പറ്റുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. സമയം സത്യം കറക്റ്റ് 7:05 കറക്റ്റ് സമയം. ഇവിടെ വേണ്ട ക്ലൈമറ്റ് ഉണ്ട്. നമ്മളവിടെ 6:30 ആ ഒരു ടൈം പോലെയാണ് ഇവിടെ തോന്നണത്. ഒരു രക്ഷയില്ല കേട്ടോ. ഗൈസ്, അങ്ങനെ ലൈഫിൽ വലിയൊരു ഡ്രീം ഇതാ ഇന്ന് ഫുൾഫിൽ ചെയ്തിട്ട് ഇതാ വന്ന് നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സാറിൻ്റെ ക്യാമ്പിലാണ് കേട്ടോ, നമ്മുടെ BROയുടെ. അപ്പോൾ ഞാൻ നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇന്ന് ഒന്ന് റെസ്റ്റ് എടുക്കണം, പറ്റിയാൽ ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്യണം. അതാണ് ഇന്നത്തെ പരിപാടി. എൻ്റെ കണ്ണ് കണ്ട ഉപ്പങ്കക്കയുടെ കണ്ണ് പോലെയായി ചുവന്ന് ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാറിനെ ഒന്ന് പോയി കാണണം. അത് കഴിഞ്ഞിട്ട് എന്തായാലും ഒന്ന് ഫ്രഷ് ആവണം. ബാക്കി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തീർക്കണം. കാര്യം നാളെ എന്തായാലും ഞാൻ നേരെ കാർഗിൽ പോവാണ്. ഇവിടെ ഒരു ചെറിയൊരു സംഗതി ഇവിടെ ഉണ്ട്, ആർമിയുടെ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് കയറി ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും, അതായത് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് എന്തായാലും വീഡിയോ ആയിട്ട് വരും. മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയണ്ട, ഒന്ന് ചുമ്മാ കാര്യം നോക്കുക, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അതാണ് സംഭവം. ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഭയങ്കര ഹാപ്പിയാ. ശരി, അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.